ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ അച്ചമ്മ രേവതിനെയും സച്ചിനെയും ഒന്നിപ്പിക്കുവാൻ വേണ്ടിയുള്ള തത്രപ്പാടുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഒരു തരത്തിലും നമ്മുടെ സച്ചി അടുക്കുന്നില്ല. സച്ചിക്കാണെങ്കിൽ ഒന്നും രണ്ടും പറഞ്ഞ് എപ്പോഴും രേവതിയോട് തല്ലു പിടിക്കാനേ നേരമുള്ളൂ. രേവതിയാണെങ്കിൽ സച്ചി പറയുമ്പോൾ വിട്ടും കൊടുക്കുകയില്ല. അപ്പോൾ ഏതായാലും അമ്പലത്തിൽ വെച്ച് ആ ഒരു വഴക്കുണ്ടാക്കുന്ന സീന് കണ്ടു. അങ്ങനെ നമ്മുടെ സച്ചി പോയി. അപ്പോൾ ആ ഒരു സീനാണ് നമ്മൾ ഇന്നലെ ലാസ്റ്റ് ഭാഗമായിട്ട് കണ്ടത്. അപ്പോൾ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിനെയാണ് കേട്ടോ. അപ്പോൾ ശ്രുതി വീട്ടിൽ വന്ന് ഇരിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ വന്നു, അതായത് ശ്രുതി ബ്യൂട്ടി പാർലറിൽ നിന്ന് ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ആ ഒരു സമയത്ത് കൂട്ടുകാരി ഇങ്ങനെ ഓരോന്ന് ചോദിക്കുകയാണ്. ഇന്ന് എങ്ങനെ ഉണ്ടായിരുന്നു, കസ്റ്റമറൊക്കെ ഉണ്ടായിരുന്നു ഒത്തിരി എന്ന് ചോദിച്ചപ്പം 3-4 കസ്റ്റമർ ഉണ്ടായിരുന്നു, കുഴപ്പമില്ലാതെ അങ്ങ് പോകുന്നു എന്നിങ്ങനെ പറയുമ്പം നിൻ്റെ അമ്മായിയമ്മയല്ലേ ഏതായാലും ഉദ്ഘാടനം ചെയ്തത്, അപ്പോൾ അതിൻ്റേതായ ഇത് ഇരിക്കില്ലല്ലോ എന്ന് പറയുമ്പം ഇനിയിപ്പം എൻ്റെ പൊന്നു മോളെ, അമ്മ ഉദ്ഘാടനം ചെയ്തതിൻ്റെ പേരിൽ ആൾ വന്നില്ലെങ്കിലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം ഞാൻ അവരെ ഒന്നും പറയില്ല. എൻ്റെ അമ്മായിയമ്മേനെ ഒരിക്കലും ഞാൻ ഇനി ഒന്നും പറയില്ല. ഇനിയെന്നല്ല, എനിക്ക് അത്രത്തോളം കടപ്പാടുണ്ട് അവരോട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അവരെ അതുപോലെ സ്നേഹിക്കുകയുള്ളൂ. ഒരിക്കലും ഞാൻ തള്ളിപ്പറയില്ല. എനിക്കങ്ങനെ തള്ളിപ്പറയാൻ പറ്റില്ല. എന്നോട് എങ്ങനെയെങ്കിലും ആ ഒരു സ്നേഹവും അനുകമ്പയും ഒക്കെ ഉണ്ടാക്കി എനിക്ക് എടുക്കണം. എങ്കിൽ മാത്രമേ എന്നെക്കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പം അവർക്ക് എന്നോടൊരു സ്നേഹം ഉണ്ടാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണമല്ലോ. അതുകൊണ്ട് ഒരിക്കലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ആ കുടുംബക്കാരെ ആരെയും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാൻ എന്നും സ്നേഹിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. എനിക്ക് എന്ത് ദ്രോഹം ചെയ്താൽ പോലും ഞാൻ കുറ്റപ്പെടുത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ഏതായാലും അമ്മായിയമ്മ നിനക്ക് ഇത്രയും പൈസ തന്നതല്ലേ, അപ്പം പിന്നെ നിനക്ക് കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ. ഇനിയിപ്പം കൈയും കാലൊക്കെ പിടിച്ച് നീ നല്ല രീതിയിൽ തന്നെ നിന്നാൽ മതി. ഇനിയിപ്പോൾ വരുന്നത് വഴിക്ക് വെച്ച് കാണുക. വിവാഹം ഒന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് പ്രശ്നമില്ലല്ലോ എന്ന് പറയുമ്പം അത് മാത്രമേ ഉള്ളൂ എനിക്കും. വിവാഹം എത്തുന്നത് വരെ ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കണം. വിവാഹം കഴിഞ്ഞ് എന്തു അറിഞ്ഞോട്ടെ, അത് പ്രശ്നമുള്ള കേസല്ല. അത് പിന്നെ അപ്പോഴല്ലേ അതെന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഇവർ കൂട്ടുകാരി നമ്മുടെ ശ്രുതിയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് കയറി വരുന്നത് പഴയ ആ മാനേജർ. ആ പഴയ മാനേജർ എന്ന് പറഞ്ഞാൽ മേഡം ഉണ്ടായിരുന്നല്ലോ, തെറാപ്പിയൊക്കെ ചെയ്യാൻ പൊയ്ക്കൊണ്ടിരുന്ന ആ ഒരു മേഡത്തിൻ്റെ മാനേജറുണ്ട്. എപ്പോഴും നമ്മുടെ ശ്രുതിനെ ശല്യം ചെയ്യുന്നത് അയാൾ കയറി വരികയാണ്. അപ്പോൾ അയാൾ വാതിലൊന്നും മുട്ടാതെ പെട്ടെന്ന് വാതിൽ തുറന്ന് കിടക്കുമായിരുന്നു. പെട്ടെന്ന് ഇങ്ങ് കയറി വരിക ചെയ്തത്. ഇത് കണ്ടതും ശ്രുതിക്ക് കാലി വന്നിട്ട് ശ്രുതി ചോദിച്ചു, നിങ്ങൾ എന്താ ഈ കാണിക്കുന്നത്? നിങ്ങളൊരു വീട്ടിൽ കയറി വരുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ നിങ്ങളുടെ മാനേഴ്സ് എന്ന് ചോദിച്ചപ്പം കൂടുതൽ മാനേഴ്സിൻ്റെ കാര്യമൊന്നും പറയണ്ട ശ്രുതി, നിൻ്റെ മാനേഴ്സൊക്കെ എന്തെന്ന് എനിക്ക് മനസ്സിലായി. നിൻ്റെ ഫുൾ ബാക്ക്ഗ്രൗണ്ടും പഠിച്ചിട്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഇനിയിപ്പം വാതിൽ തുറന്ന് കിടന്നത് കൊണ്ടാണ് ഞാൻ കൊട്ടാതെ കയറി വന്നത്. കോളിംഗ് ബെല്ലും അടിക്കേണ്ട കാര്യമില്ല, ഇത് തുറന്ന് കിടക്കുകയല്ലേ. നിങ്ങളിവിടെ നിൽപ്പുണ്ടോ, പിന്നെ ഞാൻ എന്തിനാ വാതിൽ ഡോറെ മുട്ടിയിട്ട് കയറി വരുന്നത് എന്ന് ചോദിച്ചപ്പം കൂട്ടുകാരി ചോദിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ എന്ത് വെളുകേടായി പറയുന്നത്? 2 പെണ്ണുങ്ങൾ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ ഒന്ന് നിങ്ങൾ ഒരു മാന്യതയെങ്കിലും കാണിക്കണ്ടെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞല്ലോ, നിൻ്റെ കൂട്ടുകാരിയില്ലേ ഈ നിൽക്കുന്ന ശ്രുതി ഭയങ്കര മാന്യതയാണല്ലോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എടി, നിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം അറിഞ്ഞിടി ഞാൻ. നീ പേരും കള്ളി. നീ കള്ളത്തരത്തിലൂടെയല്ല ഇപ്പോൾ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. പെട്ടെന്ന് ശ്രുതി അങ്ങോട്ട് പേടിച്ചു പോയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രുതിയുടെ ബാക്ക്ഗ്രൗണ്ട് അത്രയ്ക്ക് നല്ലതാണല്ലോ. ഒരു കുട്ടിയുണ്ട്, ഒന്ന് വിവാഹം കഴിച്ചതാണ്. ഇതൊന്നും ഈ നാട്ടുകാർക്ക് അറിയില്ല എന്നാണ് നമ്മുടെ ശ്രുതിയുടെ വിചാരം. അറിയില്ല, അത് വേറെ കാര്യം. ഇവിടുത്തെ നാട്ടുകാർക്കൊന്നും അറിയില്ല. അപ്പോൾ ഇയാൾ പെട്ടെന്ന് ഇത് കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാണ്ടങ്ങ് പേടിച്ചു വിറച്ചു പോയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്താണ് സാർ ഈ പറയുന്നത്? നിങ്ങൾക്ക് എന്തറിയാമെന്ന് ഈ പറയുന്നത്? എനിക്ക് എല്ലാം അറിയാം. നീ എന്താ വിചാരിച്ചത്? എല്ലാവരെയും പറ്റിച്ച് നിനക്ക് ജീവിക്കാന്നല്ലേ? ഒരിക്കലും എല്ലാവരെയും നിനക്ക് പറ്റിച്ച് ജീവിക്കാൻ പറ്റില്ല ശ്രുതി. പിന്നെ നിൻ്റെ ഈ വിവരങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്ത് പറയണ്ട എങ്കിൽ ഞാൻ കുറച്ച് കണ്ടീഷൻസൊക്കെ അങ്ങ് വെക്കും. അതൊക്കെ നീ അംഗീകരിക്കുവാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, ഞാനിത് വെളിയിൽ പറയില്ല. പക്ഷേ ആ കണ്ടീഷൻസൊക്കെ അംഗീകരിച്ചില്ലെങ്കിൽ ചിലപ്പോൾ എനിക്കിത് പലരോടും പറയേണ്ടി വരും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ നായകൻ കയറി വരുന്നത്. ആരുടെ നായകനാ? ശ്രുതിയുടെ നായകനാണ് കേട്ടോ. അങ്ങനെ ശ്രുതി കയറി വന്നത്, നിനക്ക് എന്താടാ വേണ്ടത്? അല്ല, എന്താ നിനക്കിപ്പോൾ അംഗീകരിച്ച് തരേണ്ടത്? നിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് എന്നോട് പറ, ഞാൻ അംഗീകരിച്ച് തരാമെന്ന് പറഞ്ഞപ്പം പെട്ടെന്ന് ശ്രുതിയാണെങ്കിൽ വേണ്ട മിണ്ടാതിരിക്കും, വേണ്ട, അയാൾ പൊക്കോളൂ എന്ന് പറഞ്ഞു. ഓഹോ, അയാൾ പൊക്കോളുന്നോ?
ദേ നിനക്കെന്താ ഇയാളെ പേടിയാണോ? ഇയാൾ എന്താ ഈ പറയുന്നത്? നിന്റെ എന്ത് രഹസ്യങ്ങളാണ് ഇയാൾ കണ്ടുപിടിച്ചത്? അതെന്നാ പിന്നെ എനിക്കും ഒന്ന് കേൾക്കണമല്ലോ എന്നിങ്ങനെ ശ്രുതി പറഞ്ഞപ്പോഴേക്കും ആഹാ ആ രഹസ്യം പറയട്ടെ ശ്രുതി ഞാൻ എന്നിങ്ങനെ മാനേജർ ചോദിക്കുകയാണ്, അയാൾ ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതിയാണെങ്കിൽ വല്ലാതെ വിയർത്ത് നിൽക്കുകയാണ് കേട്ടോ. കൂട്ടുകാരിയും ആണെങ്കിൽ പേടിച്ച് വിറച്ച് നിൽക്കുക. ബാക്ക്ഗ്രൗണ്ട് മുഴുവൻ വെളിയിലെടുത്തിട്ടുണ്ടേ തൊലയും. നമ്മുടെ ശ്രുതിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാവുകയേ ഇല്ല. ഒരിക്കലും ശ്രുതി വിവാഹം കഴിക്കില്ല. അതുപോലെയുള്ള ബാക്ക്ഗ്രൗണ്ട് ആണല്ലോ. അങ്ങനെ പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഏതായാലും ഇയാൾ ഇത്രയൊക്കെ ചോദിച്ച സ്ഥിതിക്ക് ഞാൻ പറയാതിരിക്കുന്നൊന്നുമില്ല, ഞാൻ പറയുക തന്നെ ചെയ്യും. അതെ, നിങ്ങൾ രണ്ടുപേരും വിവാഹം കഴിച്ചിട്ടില്ലല്ലോ. നിങ്ങൾ അന്ന് ആ ഒരു ഫംഗ്ഷനിൽ വന്ന് പങ്കെടുത്ത് ബെസ്റ്റ് കപ്പിൾസിനുള്ള അവാർഡ് വരെ നിങ്ങൾക്ക് കിട്ടി. അതൊക്കെ നിങ്ങൾ വെറും പറ്റിക്കലല്ലായിരുന്നു. അവിടെ നിന്നവരെ നിങ്ങൾ വിഡ്ഢിയാക്കുകയല്ലേ ചെയ്തത്. അത് ഞാൻ കണ്ടുപിടിച്ചു. ഞാൻ ഈ കാര്യം മേഡത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താവുമെന്ന് നിനക്കറിയാലോ എന്നിങ്ങനെ ശ്രുതിയോട് ചോദിച്ചപ്പോഴാണ് ശ്രുതിയുടെ നേരെ ശ്വാസം വീണത്. എൻ്റെ ഈശ്വര, ഇതായിരുന്നു ഇയാൾ കണ്ടുപിടിച്ചതെന്ന് ഓർത്തത്. പെട്ടെന്ന് കൂട്ടുകാരി പറഞ്ഞു, തനിക്കെന്താ വട്ടുണ്ടോ? താൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു ഇതിപ്പോൾ എന്താണെന്ന്. തനിക്കെന്തോ വട്ടുണ്ടോ? ഇത് കണ്ടുപിടിച്ചതിനിപ്പോൾ എന്താ പ്രശ്നം ഇരിക്കുന്നത്? അപ്പോഴേക്കും അയാൾ പറഞ്ഞു, ഇതെന്താ പ്രശ്നമല്ലേ? ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. മേഡം അറിഞ്ഞു കഴിഞ്ഞാലേ നിന്റെ ജോലി വരെ തെറിക്കുമെന്ന് പറഞ്ഞപ്പം അതിനെനിക്കിനി മേഡത്തിൻ്റെ ജോലിയുടെ ആവശ്യമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ബ്യൂട്ടി പാർലറൊക്കെ ഇട്ടു. എനിക്ക് ആരുടെയും ജോലി ഇനി വേണ്ട. ഓഹോ, അപ്പോൾ നീ സ്വന്തമായിട്ട് ബ്യൂട്ടി പാർലറൊക്കെ ഇട്ടല്ലേ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പിന്നെ ദേ ഇയാളുടെ വിധി എന്ന് പറയാം, അല്ലാതെ ഞാനൊന്നും പറയുന്നില്ല. നീ എത്ര പേരുടെ എടുത്തു പോയാടി മസാജൊക്കെ ചെയ്ത് കൊടുത്തത്? അവിടെ എന്തൊക്കെ നടന്നു എന്ന് റൂം അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെളിയിലൊന്നും അറിയില്ലല്ലോ. അങ്ങനെയുള്ള ഒരുത്തിനെയാണല്ലോ താൻ കെട്ടാൻ പോകുന്നത് എന്ന് പറഞ്ഞ് നാവെടുത്തില്ല ഒരെണ്ണം കൊടുക്കുക ചെയ്തത്. ആര്? നമ്മുടെ സുതി കുത്തിന് പിടിച്ചിട്ടൊരു ഒറ്റ അടി കൊടുത്തിട്ട്, ദേ താൻ ഇതിവിടെ പറഞ്ഞു, ഇനി മേലാൽ ഇത് പറയാൻ തൻ്റെ നാവ് പൊങ്ങരുത് എന്ന് പറഞ്ഞിട്ടാണ് അടി കൊടുത്തത്. അടി കൊടുത്ത് അവിടെ നിന്ന് ഉന്തി തള്ളി പുറത്തേക്ക് എറിയായിരുന്നു. എടുത്തെറിഞ്ഞ പോലെയാണ്. അയാൾ ഏതായാലും ആ തല്ലും കൊണ്ട് അടിയും കൊണ്ടങ്ങ് പോയി കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മുടെ ശ്രുതി ആകെ പേടിച്ച് വിറച്ച് ഞെട്ടി നിൽക്കുകയാണ്. അപ്പം ശ്രുതി പെട്ടെന്ന് ചോദിച്ചു, എന്തിനായിരുന്നു? വേണ്ടായിരുന്നു, അയാളെ അടിക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ എന്ന് ചോദിച്ചപ്പം, പിന്നെ നിന്നെ പറയുമ്പോൾ ഞാൻ നോക്കി നിൽക്കണോ? നിന്നെ എന്ത് വൃത്തികേട് അയാൾ പറഞ്ഞത്? അത് നോക്കി നിൽക്കാനേ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് ശ്രുതിയോടൊരു സ്നേഹം വരികയാണ്. അങ്ങനെ ശ്രുതിയെ നേരെ ചെന്ന് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, സത്യമായിട്ടും എനിക്ക് ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ഇതുണ്ടായത്. ഒരാൾ ചോദിക്കാനും പറയാനും ഉണ്ടല്ലോ എന്ന ആ ഒരു ഇത് എനിക്കിപ്പം മനസ്സിലുണ്ടായത്. അറിയില്ല ഞാൻ എത്രയ്ക്കും താമസിച്ചാണല്ലോ സുധീനെ കണ്ടുമുട്ടിയത്. കുറേയൊക്കെ വർഷങ്ങൾക്ക് മുമ്പൊക്കെ ഒരുമിച്ച് കണ്ടു കിട്ടുമായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒറ്റപ്പെടൽ ഫീൽ ചെയ്യില്ലായിരുന്നു. ഏതായാലും സുധി എൻ്റെ ഭാഗ്യം തന്നെയാണ്. എന്നെ ആരുടെയും മുമ്പിൽ തരം താഴ്ത്തി വെക്കാൻ ശ്രുതി സമ്മതിക്കുന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഭാഗ്യം തന്നെയാണ് എന്ന് ശ്രുതിയോട് പറയുകയാണെങ്കിൽ ശ്രുതിയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻസ് അവിടെ ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു സീന് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ രേവതി ആണെങ്കിൽ വീട്ടിലിങ്ങനെ ഓരോ ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ രവീന്ദ്രൻ വീട്ടിലേക്ക് വരുന്നത് വേറെ ഒന്നിനും അല്ലാട്ടോ രവീന്ദ്രൻ വന്നത്. രവീന്ദ്രൻ കല്യാണത്തിൻ്റെ കാര്യം പറയാനും മുത്തശ്ശിക്ക് കല്യാണത്തിൻ്റെ ആ ഒരു ദിവസമൊക്കെ കുറിപ്പിച്ചല്ലോ, അപ്പോൾ ആ ഒരു ഇത് കൊടുക്കാനും ഒക്കെ വേണ്ടി വന്നതാണ്. അങ്ങനെ നമ്മുടെ രവീന്ദ്രനെ കണ്ട ഉടനെ തന്നെ ഇതാരാ അച്ഛനെന്താ ഒന്നും പറയാതെ വന്നത്? വാച്ച കയറി വാ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോക്ക് സുഖമാണോ ഇവിടെ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്കിവിടെ സുഖം, എനിക്കിവിടെ പ്രശ്നമൊന്നുമില്ല. അല്ല സച്ചി എന്തിയെ? അകത്തെങ്ങാണ്ടുണ്ട്. നിങ്ങൾ തമ്മിലുള്ള വഴക്കിപ്പോഴും നീണ്ടു നിൽക്കുകയാണോ? നിന്നെ ഇപ്പോഴും വഴക്കൊക്കെ പറയാറുണ്ടോ? ഹേയ് ഇപ്പം വഴക്കൊന്നും പറയാറില്ല അച്ഛാ. അറിയാലോ, മുത്തശ്ശി പറയുന്നത് കൊണ്ട് തന്നെ ഇപ്പം ഭയങ്കരമായിട്ട് അങ്ങ് പേടിയാ. അതുകൊണ്ട് ഒരു വഴക്കും എന്നോട് ഉണ്ടാക്കാറില്ല. പഴയ സ്വഭാവമൊക്കെ മാറിയെന്ന് പറയുമ്പം എനിക്കറിയാം, അവനാകെ ഒരാളെ ഈ ലോകത്തിൽ പേടിയുള്ളൂ, അതെൻ്റെ അമ്മേനെയാണ്. അതുകൊണ്ട് അവൻ്റെ അച്ഛമ്മ പറയുന്നിടത്ത് അവൻ നിൽക്കും. അതാ ഞാൻ മോളെ ഇങ്ങോട്ടേക്ക് അയച്ചത്. ഏതായാലും എല്ലാം കഴിഞ്ഞ് നിങ്ങൾ രണ്ടും സ്വരുമിച്ച് വേണം ഇനി വീട്ടിലേക്ക് തിരിച്ചു വരാൻ എന്നൊക്കെ പറഞ്ഞു. അച്ഛൻ എന്താ അവിടെ നിൽക്കുന്നത്? കയറി വാ എന്ന് പറഞ്ഞ് അകത്തേക്കൊക്കെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ അച്ഛമ്മേനെ രേവതി വിളിക്കും. അച്ഛമ്മേന്ന് വിളിച്ചപ്പോൾ എന്താ മോളെ രേവതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനെ കണ്ട ഉടനെ നീ വന്നോടാ എന്നൊക്കെ ചോദിക്കുന്നു. അങ്ങനെ അവരങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷമൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ സച്ചി ഇവർ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും
നമ്മുടെ രവീന്ദ്രനെ കണ്ടു. ഓടി വന്നിട്ട്, അല്ല ആരിത് വന്നിരിക്കുന്നത്? ആ, എനിക്ക് മനസ്സിലായി, അച്ഛനെ കാണാതെ ഉറങ്ങാൻ പറ്റുന്നില്ല അല്ലേ? എന്നെ രേവതിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വേണ്ടി വന്നതല്ലേ? എനിക്കറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പം, ആര് പറഞ്ഞു നിന്നെ രേവതിനെയും കൂട്ടിക്കൊണ്ട് പോകാൻ വന്നതാണെന്ന്? എന്താ, നിനക്കിവിടെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലേ? അതെ, എനിക്ക് അവിടെ കിടന്നിട്ട് നല്ല ഉറക്കം കിട്ടുന്നുണ്ട്. എനിക്ക് ഒരു പ്രശ്നവും. നിങ്ങൾ കുറച്ച് ദിവസം കൂടെ ഇവിടെ നിന്നിട്ട് കയറി വന്നാൽ മതി. അയ്യോ, അപ്പോൾ എൻ്റെ വണ്ടിക്ക് CC ഒക്കെ അടയ്ക്കാനുള്ളതല്ലേ? അപ്പോൾ എൻ്റെ ഓട്ടം, നിൻ്റെ ഓട്ടവും ചാട്ടമൊക്കെ ഇവിടം വരെ മതി. ഇനിയിപ്പം ബാക്കി അവിടെ വന്നിട്ട് ഓടാം. അവിടെ ഒരു കൂട്ടുകാരൻ്റെ കൈ കൊടുത്തിട്ടല്ലേ പോന്നിരിക്കുന്നത്. അവിടെ സേഫായിട്ട് തന്നെയാണ് വണ്ടി ഇരിക്കുന്നത്. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്താൽ മതി, ഒരാഴ്ചയും കൂടി ഇവിടെ നിന്നിട്ട് വന്നാൽ മതി. ഒരാഴ്ചയോ? ആ, ഒരാഴ്ച ഇവിടെ നീ നിൽക്കണം. പിന്നെ അമ്മേ, ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല. എനിക്കറിയാം, നീ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിലല്ലേ ഇങ്ങോട്ട് വരത്തുള്ളൂ, അല്ലാതെ നീ വെറുതെ ഈ അമ്മേനെ കാണാൻ ഇങ്ങോട്ട് വരാറില്ലല്ലോ എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ പാറക്കുട്ടിയമ്മ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പാറക്കുട്ടിയമ്മയുടെ വിശേഷമൊക്കെ തിരക്കാണ്. എങ്ങനെയുണ്ട്, ഇപ്പം സുഖമായിട്ടിരിക്കുന്നോ, അസുഖമൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പ്രശ്നങ്ങളൊന്നും ഇല്ല, അങ്ങനെ തട്ടിയും മുട്ടി അങ്ങ് പോകുന്നു രവീന്ദ്ര എന്നിങ്ങനെ പറഞ്ഞു. അല്ല, മക്കളൊക്കെ? 7 പ്രസവിച്ചു, എന്നിട്ടും ഒരു കാര്യമില്ല, ഒരു മക്കളും വരാറില്ല. പിന്നെ എന്തേലും പൈസയ്ക്ക് ആവശ്യമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തേലുമൊക്കെ ആവശ്യങ്ങൾക്ക് വിളിക്കുന്നല്ലാതെ എൻ്റെ അസുഖങ്ങളോ അന്വേഷണങ്ങളോ ഒക്കെ തിരക്കാൻ ഇവിടെ ആരും വരാറില്ല. പിന്നെ ദേ മോൻ വരുന്നുണ്ടല്ലോ ഇവിടെ, അത് തന്നെ വലിയ ആശ്വാസം. 7 മക്കളെ പ്രസവിച്ചിട്ട് എന്താ, 7 പ്രസവിച്ചാലും 2 പ്രസവിച്ചാലും ഒരുപോലെ തന്നെയാണ്. നോക്കേണ്ടവർ നോക്കും, നോക്കേണ്ടാത്തവർ നോക്കില്ല, അത്രേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ പാറക്കുട്ടിയമ്മ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് മാറ്ററിലേക്ക് അങ്ങ് കടക്കുകയാണ് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, അമ്മേ, ഞാൻ വന്നത് നമ്മുടെ സുധിയുടെ വിവാഹം. അത് പറഞ്ഞായിരുന്നു, മക്കളെന്നോട് പറഞ്ഞായിരുന്നു. സുധിയുടെ വിവാഹത്തിൻ്റെ ഡേറ്റൊക്കെ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കേട്ടതും സച്ചി, അവൻ്റെ വിവാഹത്തിൻ്റെ ഡേറ്റും തീരുമാനിച്ചോ? ഓഹോ, അപ്പം ചന്ദ്രമതി മേഡം എന്നെ പറഞ്ഞയച്ചത് ഇതിനു വേണ്ടി തന്നെ ആയിരുന്നല്ലേ എന്ന് പറഞ്ഞപ്പം, എന്താടാ നീ പറയുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പം, അല്ല, ഇപ്പോഴാരാ വിവാഹത്തിൻ്റെ ഡേറ്റ് കുറിക്കാൻ പറഞ്ഞത്? 50 ലക്ഷം രൂപ കൈ കൊണ്ട് തരാതെ വിവാഹം നടക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ? പിന്നെ എന്ത്, ആരോട്, എങ്ങനെ ചോദിച്ചിട്ട് ഈ ഡേറ്റ് കുറിച്ചത് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, എടാ സച്ചി, നീ കുറച്ച് കൂടുന്നുണ്ട് കേട്ടോ, നീ മിണ്ടാതിരുന്നോണം. ഇനിയിപ്പം നീ ഒന്നും പറയണ്ട സച്ചി, നീ നിർത്ത്. എന്തൊക്കെ പറഞ്ഞാലും അവൻ നിൻ്റെ കൂടപ്പിറപ്പല്ലേ, എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നാൽ കൂടപ്പിറപ്പേ കാണത്തുള്ളൂ. ഈ ഇരിക്കുന്ന ഞങ്ങളൊക്കെ അങ്ങ് പോകും, ലാസ്റ്റ് കൂടപ്പിറപ്പേ നിനക്ക് ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ, ഒരു കൂടപ്പിറപ്പ് വന്നേക്കുന്നു, ഭയങ്കര സ്നേഹമൊലിക്കുന്നൊരു കൂടപ്പിറപ്പ്. കൂടപ്പിറപ്പിൻ്റെ കാര്യമൊന്നും പറയരുത് എന്നോട്, കൂടപ്പിറപ്പ് പോലും. അവനെ ദുഷ്ടൻ. ഇങ്ങനെ ഒരു ദുഷ്ടനെ ഈ ഭൂലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അവനെൻ്റെ കൂടപ്പിറപ്പാന്ന് പറയാൻ വരെ എനിക്കിപ്പോഴേ അറപ്പും വെറുപ്പുമാണ്. എൻ്റെ അച്ഛൻ്റെ 50 ലക്ഷം രൂപ തട്ടിയെടുത്ത അവൻ ചതിയൻ സ്തുതി എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, എടാ സച്ചി, നിർത്തടാ, ആ പൈസ അത് എനിക്ക് വന്നു ചേരാനുള്ളതല്ലായിരുന്നു, അതുകൊണ്ട് അത് മറിഞ്ഞു പോയി. അതിപ്പോൾ എനിക്ക് വന്നു ചേരാനുള്ളതാണെങ്കിൽ അതെനിക്ക് തന്നെ വന്നു ചേരും എന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മയും പറഞ്ഞു, അതാ മോനെ ശരി, ആ പൈസ അവൻ കൊണ്ടുപോയി ഇപ്പം മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ രേവതിയും പറഞ്ഞു, അത് ശരിയാ അച്ഛമ്മേ, മനഃപൂർവ്വം കൊണ്ടുപോയി ഒന്നും ചെയ്തതല്ലല്ലോ. അത് പോട്ടെ, ഏതായാലും ഇനിയിപ്പോൾ അതൊന്നും തടയേണ്ട കാര്യമില്ല, വിവാഹമൊക്കെ നടക്കട്ടെ. അല്ല, സുധിക്കും ഒരു ജീവിതം വേണ്ടേ എന്ന അർത്ഥത്തിൽ ഇങ്ങനെ നമ്മുടെ രേവതിയും സംസാരിച്ചു. സച്ചി അപ്പോൾ അമ്പിനും വില്ലിനും അടുക്കുന്നില്ല, അവിടെ കിടന്ന സച്ചി മസ്സിൽ പിടിച്ചു. ഏതായാലും അച്ഛമ്മ 2 പറഞ്ഞു, അപ്പോൾ ഏകദേശം ഒതുങ്ങി കേട്ടോ. എന്നിട്ട് നമ്മുടെ രേവതിയോടും സച്ചിയോടും രവീന്ദ്രൻ പറഞ്ഞു, അച്ഛമ്മയോടും പറഞ്ഞു, നമുക്ക് കുടുംബക്ഷേത്രം വരെ ഒന്ന് പോകണം, അവിടെ ചെന്ന് ഇത് കൊടുത്ത് അവിടെ ശാന്തിയുടെ അടുത്ത് വെച്ച് പൂജിക്കണം, ജാതകം 2 പേരുടെയും ജാതകമൊക്കെ വെച്ച് പൂജിക്കണം, എന്നിട്ട് വേണം ഈ ഒരു പത്രിക അങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴത്തേക്കുമാണ് പെട്ടെന്ന് അവിടെ വേറൊരാൾ കയറി വരുന്നത്. അത് വേറെ ആരുമല്ല, അവിടെ ജോലിയൊക്കെ ചെയ്യുന്ന ഒരു കാര്യസ്ഥൻ എന്ന് വേണമെങ്കിൽ പറയാം. കണക്കും കാര്യങ്ങളൊക്കെ നോക്കുന്നതും അവിടുത്തെ ആ ഒരു കൃഷിയുടെ എല്ലാ ചുമതലയും നോക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ കയറി വന്നു. അപ്പോൾ രവീന്ദ്രനെ കണ്ടത്, രവീന്ദ്ര നീ വന്നോടാ എന്നൊക്കെ ചോദിച്ച് രവീന്ദ്രനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ വന്നത് വേറെ ഒന്നിനുമല്ല, കലാവതി അമ്മേ, ഈ പ്രാവശ്യത്തെ വിളവെടുപ്പിൽ ഇച്ചിരി കൂടുതൽ പൈസയൊക്കെ നമ്മുടെ കയ്യിൽ തടഞ്ഞിട്ടുണ്ട്. ഏതായാലും കൊള്ളാം ഈ പ്രാവശ്യത്തെ വിളവെടുപ്പ്, അതിൻ്റെ പൈസ തരാൻ വന്നതെന്ന് പറഞ്ഞിട്ട് ആ ഒരു പൈസ കൊടുക്കുകയാണ് നമ്മുടെ കലാവതി അമ്മയ്ക്ക്. അപ്പോൾ കലാവതി അമ്മ ആ പൈസ മേടിച്ചിട്ട് രവീന്ദ്രന് കൊടുക്കുന്നു. കാരണം വിവാഹത്തിൻ്റെ ചടങ്ങുകളൊക്കെ ഇനി ഉണ്ടല്ലോ, അപ്പം ഇത് വെച്ചോ മോനെ എന്ന് പറയുമ്പോഴത്തേക്കും രവീന്ദ്രൻ പറഞ്ഞു, വേണ്ടമ്മേ, അതിൻ്റെ കാര്യമൊന്നുമില്ല, വിവാഹം വലിയ രീതിയിലൊന്നും നടത്തുന്നില്ല, വിവാഹമൊക്കെ ചെറിയ തോതിൽ ഒരു അമ്പലത്തിൽ വെച്ച് മാത്രമാണ് നടത്തുന്നത്, പിന്നെ നമ്മൾ പൈസ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ.
പിന്നെ ഈ പൈസ തിരിച്ചു തരാൻ എൻ്റെ കയ്യിൽ കാണത്തുമില്ല, പെൻഷനൊന്നും ഇതുവരെ ശരിയായിട്ടില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് സച്ചിക്ക് വിഷമം വരികയാണ്. എൻ്റെ അച്ഛൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് ഒരുത്തനാ കാരണം. ആ സുധി അവൻ്റെ വിവാഹം നടത്താൻ വേണ്ടി എല്ലാവരും കൂടെ തുടങ്ങുക. എൻ്റെ അച്ഛനെ കണ്ണുനീര് കുടിപ്പിച്ച് എൻ്റെ അച്ഛൻ എത്ര വർഷം 30 വർഷം കഷ്ടപ്പെട്ട തുകയും കൊണ്ടല്ലേ അവൻ പോയത്. അവൻ്റെ കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ വീണ്ടും വഴക്കു പറഞ്ഞു സച്ചിനെ. നീ എപ്പോഴും ഇത് പറയേണ്ട കാര്യമൊന്നുമില്ല, ഏതായാലും അവനും എൻ്റെ കൊച്ചുമകൻ തന്നെ, അവനെ എന്നെ ആദ്യം അച്ഛമ്മ എന്നൊക്കെ വിളിച്ചത്. പോട്ടെ, സാരമില്ല, പോയതൊക്കെ പോയി. ചെറിയ തോതിൽ കല്യാണം നടത്തി അങ്ങനെ ഒരു ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ നോക്കുക, അല്ലാതെ എപ്പോഴും ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഏതായാലും അവൻ ആ പൈസയും കൊണ്ട് മുങ്ങി. ആ ഒരു സമയത്ത് ഏതായാലും നിനക്ക് രേവതിനെ കെട്ടാൻ ഇടയാതെ ആ സമയത്തല്ലേ എന്ന് പറയുമ്പം അത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു എറണക്കേടെന്ന് പറഞ്ഞു. ഇത് കേട്ടതും രേവതിക്ക് കാലി വന്നു. അച്ഛമ്മ പറഞ്ഞു മിണ്ടായിരിക്കട സച്ചി എന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ സച്ചി അനങ്ങിയില്ല കേട്ടോ. എന്നിട്ട് പിന്നെ ഇവർ നേരെ കുടുംബക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. കുടുംബക്ഷേത്രത്തിൽ ചെന്നിട്ട് പൂജയും വഴിപാടൊക്കെ കഴിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ട് നമ്മുടെ സച്ചി അവിടെ വെച്ച് ഈ 50 ലക്ഷത്തിൻ്റെ കണക്ക് പറയുമ്പം സച്ചി പറയുകയാണ്, ഇനി നിങ്ങൾ മിണ്ടിപ്പോകരുത് ഈ 50 ലക്ഷത്തിൻ്റെ കാര്യം. കാരണം ആ 50 ലക്ഷം അങ്ങേര് അറിഞ്ഞോണ്ട് കളഞ്ഞതല്ലല്ലോ, അങ്ങേര് കുടിച്ചും എടുത്തൊന്നും കളഞ്ഞതല്ലല്ലോ, അങ്ങേർക്ക് ഒരു അബദ്ധം പറ്റിപ്പോയതല്ലേ. അത് ഏത് മനുഷ്യനാണെങ്കിലും ഒരു അബദ്ധം പറ്റൂലേ. ഞാൻ അതങ്ങ് സഹിച്ചു, എനിക്ക് വേണ്ടി. എൻ്റെ ജീവിതമല്ലേ അവിടെ നശിച്ചു പോയത്, ഞാൻ സഹിച്ചു. എങ്കിൽ പിന്നെ കൂടുതൽ പറയേണ്ട കാര്യമില്ല. എങ്ങനെയെങ്കിലും ഒരു വിവാഹം നടത്താൻ വേണ്ടി ഇവർ നോക്കുന്നത്. നിങ്ങൾക്കറിയത്തില്ല ഇതിൻ്റെ വിഷമം. നിങ്ങൾക്ക് മക്കളുണ്ടെങ്കിൽ ആ ഒരു വേവലാതി അറിയത്തുള്ളൂ. ഒരാളുടെ കല്യാണം നടത്തുക, അതൊക്കെ ഓരോ അച്ഛൻ്റെ അമ്മയുടെ സ്വപ്നങ്ങളൊക്കെയാണ്. അതൊന്നും നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അച്ഛമ്മയും അച്ഛനും ധൈര്യമായിട്ട് ആ വിവാഹം നടത്തിക്കോ. 50 ലക്ഷത്തിൻ്റെ കാര്യമൊന്നും ഇപ്പോൾ ഇവിടെ ആരും ഒന്നും പറയില്ല. എനിക്കൊരു പ്രശ്നമില്ല. എന്നെ ചതിച്ചിട്ട് പോയി എന്നല്ലേ എപ്പോഴും പറയുന്നത്. സാരമില്ല, അത് ഞാനങ്ങ് സഹിച്ചോളാം. ഏതായാലും അച്ഛമ്മയും അമ്മയും അച്ഛനുമൊക്കെ നല്ല രീതിയിൽ സന്തോഷത്തിൽ തന്നെ ഇരിക്കുന്നത് എനിക്കും ഇഷ്ടം എന്നിങ്ങനെ പറഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മയ്ക്ക് കൂടുതൽ സന്തോഷമായി. അങ്ങനെ രേവതി അത്രയും പറഞ്ഞിട്ട് അങ്ങ് മാറിപ്പോയപ്പോഴത്തേക്കും അച്ഛമ്മ പറഞ്ഞു, കണ്ടോടാ രവീന്ദ്ര, ഏതായാലും ഇവള് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് നമ്മുടെ ഐശ്വര്യമാണ്, സച്ചിയുടെ ഭാഗ്യമാണ് എന്നൊക്കെ പറഞ്ഞു. ഏതായാലും മാറിപ്പോയി നമ്മുടെ രേവതി ഇങ്ങനെ നിൽക്കുന്നു, സച്ചി ഇങ്ങനെ നിൽക്കുന്നു. സച്ചി പതുക്കെ ചെന്നിട്ട് പറഞ്ഞു, നീ എന്തിനാടി ഇപ്പം സുധിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? അപ്പം എനിക്കൊരു വിലയും ഇല്ലല്ലേ. അപ്പം ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നുമല്ല. ഇപ്പം നീ എല്ലാവരെയും അങ്ങ് പൊക്കിയില്ലേ. നിനക്കിപ്പോൾ എന്താ നീ പറഞ്ഞത്? അച്ഛമ്മയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സന്തോഷം. അപ്പോൾ എൻ്റെ സന്തോഷം നിനക്ക് കാണണ്ടല്ലേ എന്ന് പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കും ചെറിയ ഒരു സ്വാർത്ഥത നമ്മുടെ സച്ചിക്ക് രേവതിയോടുണ്ടോ എന്ന് തോന്നുന്ന ഒരു സീനാണ് കേട്ടോ അത്. അങ്ങനെ തോന്നിപ്പോകും നമ്മുടെ സച്ചി അങ്ങനെ ചോദിക്കുമ്പം. കാരണം എൻ്റെ സന്തോഷം നീ ആഗ്രഹിക്കുന്നില്ല, അച്ഛമ്മയുടെയും അമ്മയുടെയും ഒക്കെ സന്തോഷം നീ ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഏതായാലും രേവതിക്ക് മനസ്സിലാവൂലോ. അപ്പം എൻ്റെ ആ ഒരു സ്നേഹം സച്ചി പ്രതീക്ഷിക്കുന്നുണ്ട് എന്ന് രേവതിക്കും ചെറുതായിട്ട് അവിടെ പിടികിട്ടാണ് കേട്ടോ. അപ്പം അങ്ങനെ കുറച്ച് സിറ്റുവേഷൻസ് ഒക്കെ കാണിക്കുന്നു. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ കാണിക്കുന്നതല്ല കേട്ടോ, അമ്പലത്തിന് പോകുന്നതിന് മുമ്പായിട്ടൊരു സീനുണ്ട്. അതായത് കൂട്ടുകാരനെ വിളിക്കുന്നുണ്ട് നമ്മുടെ സച്ചി. അത് അമ്പലത്തിലേക്ക് അച്ഛമ്മയും രവീന്ദ്രനും ഒക്കെ ആയിട്ട് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ കൂട്ടുകാരനെ വിളിച്ച് വണ്ടിയുടെ കാര്യമൊക്കെ തിരക്കുന്നു. അപ്പോഴേക്കും കൂട്ടുകാരൻ ചോദിക്കുന്നു, വണ്ടിയൊക്കെ ഇവിടെ സേഫാണ്, നിൻ്റെ ഹണിമൂൺ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ, ഹണിമൂണോ, ഇത് ഹണിമൂണൊന്നും അല്ല, നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ, മനുഷ്യൻ്റെ തല തിന്ന് ഇവിടെ ഇരിക്കുമ്പോഴാന്ന് പറയുമ്പം, എന്താണ് നിനക്ക് പ്രശ്നം? ഇപ്പം എനിക്കൊരു പ്രശ്നവുമില്ല, ഇവിടെ ഇപ്പം എനിക്ക് ഹാപ്പി തന്നെയാണ്, ഇവിടെ ഇപ്പം എനിക്ക് ഇഷ്ടമുള്ള എല്ലാവരും ഇവിടെ എൻ്റെ അടുത്ത് തന്നെ ഉണ്ടല്ലോ എന്ന് പറയുമ്പം, അപ്പം നിനക്കിഷ്ടമുള്ള എല്ലാവരും നിൻ്റെ അടുത്തുണ്ട്. അപ്പം ആ കൂട്ടത്തിൽ രേവതി ഉൾപ്പെടില്ലേ? രേവതിയോ? അവളും ഉണ്ട്, അവളും കൂടെ സന്തോഷമായിട്ടിരിക്കുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ഇതൊക്കെ മാറി നിന്ന് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പം രേവതിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു മനസ്സിനൊരു വല്ലാത്ത സന്തോഷം തോന്നുകയാണ്. കാരണം രേവതിനെക്കുറിച്ച് രേവതിയും തൻ്റെ സന്തോഷത്തിനിടയാകുന്നുണ്ടല്ലോ. സന്തോഷത്തിൽ രേവതിക്കും ആ ഒരു സ്ഥാനം കൊടുത്തല്ലോ. അച്ഛമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ കൂടെ രേവതിക്കും ആ ഒരു പങ്കുണ്ടല്ലോ എന്ന ആ ഒരു സന്തോഷം രേവതിക്കും തോന്നുന്നുണ്ട്. അങ്ങനെ രേവതി കുറച്ചെന്തോ ഒരു സംഭവം, എന്തോ ഒരു വെള്ളമോ സംഭാരമോ അതോ ഇനിയിപ്പം ചുക്ക് കാപ്പിയാണോ എന്നറിയില്ല, അങ്ങനെ എന്തോ നമ്മുടെ രേവതി കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതൊക്കെ രേവതി ഉണ്ടാക്കി കൊടുക്കുമ്പോഴേക്കും സന്തോഷത്തോടു കൂടി തന്നെ സച്ചി കുടിക്കുന്നു. അതൊക്കെ കുടിക്കുമ്പോഴത്തേക്കും വേണ്ട എന്ന് പറയാതെ നമ്മുടെ രേവതിയുടെ, അതായത് രേവതി ഉണ്ടാക്കി ആ ഒരു ഇത് നല്ല ആസ്വദിച്ച് കുടിക്കുമ്പോഴൊക്കെ രേവതിക്കും അത് കാണുമ്പോൾ വലിയ സന്തോഷമൊക്കെ തോന്നുകയാണ്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷമാണ് വന്നിരിക്കുന്നത്. അപ്പം മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാണുക. അടിപൊളി വിശേഷം തന്നെയാണ്. അപ്പം വൈകിട്ടും എല്ലാവരും കാണുക. അപ്പം വൈകിട്ട് പ്രേമവിശേഷമായിട്ട് വരാം. ഇപ്പം ഇത് കഴിയുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും വിശേഷം ഇടുന്നുണ്ട്, മറക്കാതെ എല്ലാവരും കാണണേ. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷമായിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.